ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു ബ്ലൗസിൽ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ സാരി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ത്രെഡ് വർക്കും ഞാൻ കൊടുത്ത് ബാക്കി ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിത് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ആദ്യം സ്കാലപ്പ് ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പേപ്പർ എടുത്തിട്ടുള്ളത്, തിക്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും അല്ലെങ്കിൽ പഴയ ഇൻവിറ്റേഷൻ കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലൊരു ₹1 കോയിൻ വെച്ചിട്ട് ഞാനിത് ഒരു സെമി സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് അത് നമ്മൾ യൂസ് ചെയ്ത് ഇതിൽ വരയ്ക്കുമ്പോൾ നമുക്ക് എല്ലാം സെയിം സൈസായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഈ നെഗിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെഗിൻ്റെ ഈ കറക്റ്റായ സൈഡിലല്ല ഞാൻ വരച്ചു കൊടുക്കുന്നത്, ഇതിൻ്റെ റോങ് സൈഡിലാണ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഈ നെഗിൻ്റെ ബാക്ക് നെക്കും അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു സൈഡുമാണ്. അപ്പോൾ അത്രയും ഞാൻ ബാക്കിൽ, അതായത് റോങ് പോർഷനിൽ ഇങ്ങനെ വെച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചപ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ഫുള്ളും സ്കാലപ്പ് ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ സാരിയുടെ കളറിൽ കോട്ടൺ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ത്രെഡ് ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഈ ബോബിനിൽ അങ്ങനെ ചുറ്റിയിട്ടെടുക്കാം. 6 സ്ട്രാൻഡ്സും ചേർത്ത് വെച്ചിട്ടാണ് ചുറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഞാൻ ഈ ബോബിൻ ഗ്യാസിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ 6 സ്ട്രാൻഡ്സും ചേർത്തിട്ട് വേണം നമുക്ക് ഇപ്പുറത്തെടുക്കാൻ. ഇതൊന്ന് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രൂ ഇങ്ങോട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സ്കാലപ്പ് ഡിസൈൻ ഞാനാണെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഈ റോങ് പോർഷനിലോട്ട് നമ്മളിങ്ങ് മുകളിലോട്ട് ഈ സ്കാലപ്പ് ഡിസൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് പോർഷനിൽ ഈ എംബ്രോയ്ഡറിങ് ത്രെഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റോങ് പോർഷനിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്ലോ ആയിട്ട് ഒന്ന് സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല വശം ഒന്ന് നോക്കിക്കോളിയും, കണ്ടാൽ നമുക്കിതുപോലെ കിട്ടും. നല്ല ഡിസൈൻ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഫുള്ള് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡിസൈൻ, സ്കാലപ്പ് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗങ്ങളിലോട്ടൊക്കെ ഈ ക്ലിപ്പ് സ്റ്റോൺ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് സ്റ്റോൺ, റൗണ്ട് ക്ലിപ്പ് സ്റ്റോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഫാബ്രിക് ഗ്ലൂവിനേക്കാളും ഇതാണ് ബെറ്റർ. ക്ലിപ്പ് സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് പല കളേഴ്സിലും പല ഡിസൈൻസിലും ഒക്കെ കിട്ടും. ഞാനിവിടെ സർക്കിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ഫുള്ളും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആരി വർക്ക് അറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്യുന്ന ആരി വർക്ക് പോലുള്ള ഡിസൈനാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾഡ് ബ്ലൗസ് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസിൽ ഡിസൈൻ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ B7000 ഗ്ലൂ വെച്ച് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു നൂല് പോലെ ഇങ്ങനെ നമുക്ക് ആ ഗമ്മ് വരും. അത് നിങ്ങൾ പേടിക്കണ്ട. അത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഉണങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കത് ഇളകി വരും. ഇനി നമുക്ക് ഈ സ്കാലപ്പ് ഡിസൈനിൻ്റെ ഈ ഭാഗങ്ങളിലോട്ടൊക്കെ നമുക്കൊരു ബീഡ് വർക്ക് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ബ്ലൗസിൻ്റെ കളറിലാണ് നൂലെടുത്തിട്ടുള്ളത്. നമ്പർ 10 നീഡിലും എടുത്തിട്ടുണ്ട്. നിങ്ങൾ നൂലെടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ കളറിൽ വേണം നൂലെടുക്കാൻ. ബീഡ്സിൻ്റെ കളറിൽ നൂലെടുക്കാൻ പാടില്ല. ഞാനിവിടെ ഒരു 2 ബീഡ്, എന്നിട്ടൊരു 2 mm ബോൾ ബീഡ്, 3 mm ബോൾ ബീഡ്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ നമുക്ക് ആദ്യം അങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ഇങ്ങനെ നേർക്കൊന്ന് പിടിച്ചിട്ട് സൂചി ഒന്ന് കുത്തി താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 ബീഡ്സിൻ്റെ കുറച്ച് ബാക്കിലോട്ട് പോയി 2 ബീഡ്സ് സൈസിൽ അങ്ങ് മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് 2 ബീഡ്സിൻ്റെ ഇടയിൽ കൂടി തന്നെ കുത്തി ഇപ്പുറത്തെടുത്തതിന് ശേഷം
വീണ്ടും താഴേക്ക് പോയി വീണ്ടും മുകളിലോട്ട് വരാം. എന്നിട്ട് ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടി വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് സ്റ്റിച്ച് തന്നെ കിട്ടും. എന്നിട്ടിത് താഴേക്ക് പോയിട്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ചെയ്തതിന് ശേഷം താഴെ പോയി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി കാണാം. നമുക്ക് ആദ്യം താഴേന്ന് സൂചി കുത്തി ഇങ്ങറ്റത്ത് പൊക്കിയെടുക്കാം. എന്നതിന് ശേഷം ഒരു 2 ബീഡ്, ഒരു കുഞ്ഞ് ബീഡ്, ഒരു വലിയ ബീഡ് എന്നുള്ള രീതിക്ക് 3 ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം നേർക്ക് പിടിച്ച് താഴേക്ക് കുത്തി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് 2 ബീഡ്സിൻ്റെ ബാക്കിൽ നിന്ന് വന്ന് അതിൻ്റെ അകത്തുകൂടി എടുത്ത് വീണ്ടും താഴെ പോയി ഒരു ബീഡിൻ്റെ ബാക്ക് പോയി അതിൻ്റെ അകത്തുകൂടി പുറത്തെടുക്കാം. എന്നിട്ട് താഴേക്ക് പോയി ഒന്ന് നോട്ടിട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഇതുപോലത്തെ ബീഡ്സ് വർക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാനിന്ന് ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നോർമൽ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിസൈൻസ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ വർക്ക് ചെയ്ത് ഇടാവുന്നതാണ്. നിങ്ങൾ വർക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ വന്നിരുന്ന ഇതുപോലെ നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് തന്നെ ഇതുപോലെ ചെയ്തൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്ട്രോങ് സ്റ്റിച്ചാണ് കിട്ടുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങത്തില്ല. അങ്ങനെ ഞാൻ ഈ നെക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്ക് നെക്ക് ഫുള്ളും അതുപോലെ റൈറ്റ് സൈഡ് ഫ്രണ്ട് നെക്കുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് നെക്ക് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഈ സ്ലീവിൽ ഇതുപോലെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ, അതായത് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത അതേ ബീഡ്സ് വർക്ക് ഇതിവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.